ജയേട്ടനെ കുറിച്ച് അദ്ദേഹം നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ഒരു ശബ്ദമാണല്ലോ. ഇപ്പം നേരത്തെ ഹരി പറഞ്ഞ പോലെ എവിടെയോ ഏതോ ഗന്ധർവലോകത്തിരുന്ന് പാടുന്ന ഏതോ ഒരു ഗായകൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നതൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. എത്രയോ കാലം മുമ്പ് നമുക്ക് അക്ഷരം കുറയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ കേൾക്കുന്നു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയതും അനുരാഗഗാനം പോലെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നു. യേശുദാസ്, ജയേന്ദ്രൻ എന്നുള്ള പേരുകളൊക്കെ കേൾക്കുന്നു. എൻ്റെ 2-3 പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. കേരള കഫേയിലെ കഥയമ്മ കഥയമ്മ എന്നുള്ളതുപോലെ മലർവാക കൊമ്പത്ത് എന്ന് പറയുന്ന പാട്ട് പാടി കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം ഒരു ദിവസം ഒരു സന്ധ്യാസമയത്ത് എന്നെ ഒരാൾ വിളിക്കുകയാണ്, ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ റഫീഖല്ലേ അപ്പം അതെ ഞാൻ ജയേന്ദ്രനാണ്. അപ്പം ഞാൻ ആരാന്ന് പലരും വിളിക്കുമല്ലോ. അപ്പോൾ ഇത് പാട്ടുകാരൻ ജയേന്ദ്രനാണ് ഇങ്ങനെ പറയണത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം. പിന്നെ ഞാൻ സ്തബ്ധനായിപ്പോയി. കാരണം അങ്ങനെ ഒരു മനുഷ്യൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് വിളിക്കുക കാണാൻ വിളിക്കുക എന്നല്ലാതെ എന്നെ ഇങ്ങോട്ട് വിളിക്കേണ്ടത് എൻ്റെ മഹത്വം കൊണ്ടൊന്നുമല്ല. അത് അദ്ദേഹത്തിൻ്റെ രീതി അതാണ്. അദ്ദേഹത്തിന് അങ്ങനെ സ്വന്തം വലുപ്പത്തെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണയൊന്നും ഉള്ള ആളല്ല, അങ്ങനെ കാണുന്ന ഒരാളല്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്നൊരു മനുഷ്യനാണ്. കലാകാരൻ എന്ന് പറയുന്നതിൻ്റെ നമ്മുടെ സങ്കല്പങ്ങളിൽ ഉള്ള ഒരു കലാകാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. കാരണം ഒരു തരത്തിലുള്ള വലിപ്പ ചെറുപ്പങ്ങളോ സംഗതികളോ അദ്ദേഹം ആ സംഗീതത്തെ ഉപാസിക്കുകയും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അടുപ്പ് എന്നെക്കാളൊക്കെ എത്രയോ അടുപ്പുള്ള ഹരിക്കാണ്. കുറച്ച് സമയം മാത്രമേ ഞാൻ അദ്ദേഹത്തായിട്ടൊക്കെ പലപ്പോഴും ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും അദ്ദേഹം സ്വന്തം പാട്ടുകളെക്കുറിച്ചൊന്നും പറയില്ല. ദാസേട്ടൻ്റെ പാട്ട് മുഹമ്മദ് റഫിയാണ് അദ്ദേഹത്തിൻ്റെ ദൈവം. മുഹമ്മദ് റഫിയെ ദൈവത്തെ പോലെയാണ് അദ്ദേഹം കാണുന്നത്. അതുപോലെ സുശീലാമ്മയുടെ പാട്ടുകൾ ഇത് മാത്രമേ പറയൂ. സ്വന്തം പാട്ടുകളെ പറ്റിയൊന്നും പറയും. ചിലപ്പോൾ ഓർമ്മ തന്നെ ഉണ്ടാവില്ല. മറ്റുള്ള ആളുകളുടെ പാട്ടുകളൊക്കെ നന്നായിട്ട് അറിയാം, അതൊക്കെ പാടുകയും ചെയ്യും. ആ ശബ്ദം എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും നമ്മുടെ ഈ രാവിലെയൊക്കെ ഈ വാഴക്കൂമ്പിൻ്റെ മുകളിലിങ്ങനെ ഒരു മഞ്ഞുതുള്ളി ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന കണ്ടിട്ടില്ലേ, അതുപോലെയാണ്. അത്രയും മസൃണമായിട്ടുള്ള, അതിലും അപ്പുറം ഒരു മസൃണമായ ശബ്ദം ഉണ്ടാവില്ല. അതെത്രയും ഞാൻ പലപ്പോഴും ഈ പലരും ഭാവഗായകൻ എന്നൊക്കെ പറയാറുണ്ട്, ശരിയാണ്. പക്ഷേ ഞാനൊരു ആത്മഗായകനായിട്ടാണ്. കാരണം നമുക്ക് ഏറ്റവും നമ്മുടെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്വരം, ശബ്ദം, നമ്മുടെ വികാരങ്ങളൊക്കെ ഒപ്പിയെടുക്കാൻ ഇത്രയും കഴിയുന്ന ഈ പിന്നെ ഹരി തന്നെയല്ലേ പറഞ്ഞത്, പാട്ടുകാരൻ്റെ എഴുത്തുകാരൻ്റെ പാട്ടുകാരനാണ്. അതായത് കവിയുടെ പാട്ടുകാരൻ, സംഗീതജ്ഞൻ്റെ പാട്ടുകാരനല്ല എന്ന് പറയാം. കാരണം അത്രയും കവിതയെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും അതിൻ്റെ ഭാവങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഇത്രയും അഗാധമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടായിരുന്ന ഒരു പാട്ടുകാരൻ വേറെ മലയാളത്തിലുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ കൂടുതൽ കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ ഭക്തിഗാനത്തെക്കുറിച്ച് പറഞ്ഞു. ഹരിയുടെ ഒരു പാട്ട്, ഒരു മുസ്ലിം ഭക്തിഗാനം ഞാൻ കേട്ടിരുന്നു. അത് സത്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം അത് പിന്നെ ഹരിയുടെ കുടുംബവും അതൊക്കെ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഈ മുസ്ലിം ടെർമിനോളജികളും ആ മതത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ട്. വിജയാണോ അത് ചെയ്തത്? ആലാമീൻ അല്ലേ? അത് അപ്പോൾ ഞാൻ ആലോചിച്ചത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ചലച്ചിത്രഗാനങ്ങൾ ചെയ്തിട്ടുള്ള വലിയൊരു സാമൂഹിക ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബഹുസ്വര സമൂഹത്തിനകത്ത് ഇപ്പോൾ ഈ വ്യത്യസ്തതകൾ എന്ന് പറയുന്നതാണ് സൗന്ദര്യം. വ്യത്യസ്തതകളില്ലെങ്കിൽ ഒരു സൗന്ദര്യമില്ല. ഈ വ്യത്യസ്തതകളെ ഇണക്കിച്ചേർക്കാനും അതിനെ പരിചയപ്പെടുത്താനുമുള്ള വലിയ ഒരു ദൗത്യം മലയാള ചലച്ചിത്രഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലെ ഈ മുസ്ലിം സമൂഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭക്തിഗാനങ്ങൾ എന്നുള്ളതല്ല, ആ കൾച്ചർ ഉൾക്കൊണ്ടുകൊണ്ട്, ആ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും അധികം പാട്ടുകൾ ചെയ്തിട്ടുള്ളത് പി ഭാസ്കരനാണ്. പി ഭാസ്കരൻ ഒരു മേനോൻ ആണ്, മുസ്ലിമൊന്നുമല്ല. അപ്പോൾ അതുപോലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ചെയ്തിട്ടുള്ളത് വയലാർ രാമവർമ്മയാണ്. അതുപോലെ എന്നും ഓർമ്മിക്കത്തക്കതായിട്ടുള്ള കൃഷ്ണഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് അത് യൂസഫ് അലി കേച്ചേരി. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ ബഹുസ്വര സമൂഹത്തിൽ നമ്മളൊന്നും തന്നെ ബോധപൂർവം അല്ലാതെ തന്നെ ഇങ്ങനെ ഈ വ്യത്യസ്ത വിഭാഗങ്ങളെ ഈ വ്യത്യസ്തകളൊക്കെ തന്നെ ഇണക്കി ചേർക്കുന്ന ഒരു ഹാർമണി ഉണ്ടാക്കുന്നതിലും ചലച്ചിത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ജയേട്ടൻ്റെ കാര്യം പറയുമ്പോൾ അത് പറഞ്ഞ പോലെ ഒരുപാട് പാട്ടുകൾ എന്നെ പാടിയിട്ടുണ്ട്. റഫീഖേട്ടൻ എഴുതിയ പ്രേമിക്കുമ്പോൾ, കഥയമ്മ. ജയേട്ടൻ്റെ സംസാരത്തിൽ പലപ്പോഴും ബിജിയുടെ പേര് ഇപ്പോഴും വരാറുണ്ട്. വലിയ ഇഷ്ടമാണ്, എനിക്കറിയാം. വലിയ ഇഷ്ടമാണ്. വലിയ
വാത്സല്യത്തോടെ അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം ആ ഒരു നമ്മൾ അങ്ങനെ നമുക്ക് ഈ കടപ്പാടിൻ്റെ വല്ലാത്തൊരു ഭാരം മനുഷ്യന് ഒരു ഭാരമായിട്ട് തോന്നാറുണ്ടല്ലോ പലപ്പോഴും. പക്ഷേ എനിക്ക് ഒഴിവാക്കാനാവാത്ത ചില കടപ്പാടുകളിൽ ഒരു പേരാണത്. അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല, ഞാനും അറിഞ്ഞിട്ടില്ല. അതെങ്ങനെയോ അങ്ങനെ രൂപപ്പെട്ടു പോയി എന്നെനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ അതെപ്പോഴും അദ്ദേഹം എൻ്റെ പേര് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത ഒരു വേദന ഉണ്ട്. അപ്പോൾ അത് എന്താ വെച്ചാൽ ഒരു ട്രൂ ഹ്യൂമൻ ബീയിങ് അങ്ങനെ നമുക്ക് കാണാൻ എളുപ്പമല്ല, കലർപ്പില്ലാത്ത വ്യക്തി. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ അവരെ കാണുമ്പോൾ നമുക്ക് ഇയാളെന്താ ഇങ്ങനെ എന്ന് തോന്നും. ബട്ട് അത് അങ്ങനെ അത് ചെയ്യുള്ളൂ, അങ്ങനെ അത് വരുള്ളൂ പുറത്തേക്ക്. ഒരു കാപട്യവും ഇല്ലാതെ ഒരു ഇതുമില്ലാതെ വായി തോന്നുന്നു തുറന്ന് പറയുക. സ്നേഹമാണെങ്കിൽ അത്രയ്ക്ക് സ്നേഹത്തോടെ പറയുക, ആരാധനയാണെങ്കിൽ അത്ര ആരാധന. ഇപ്പോൾ ഈ ആരാധന എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരിക്കൽ ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കോൾ ചെയ്യാണ്, ജയേട്ടൻ വിളിക്കുകയാണ്, ബിജി എവിടെ എന്താ വർക്കിലാണ് ചോദിക്കുക. അപ്പം അതേ ചേട്ടാ പറയൂ, BTH ഞാൻ ഓടി വരും എന്ന് പറയാം. BTH വേഗം വരും. അപ്പോൾ റൂം പറഞ്ഞു തന്നു, ഞാൻ അവിടെ ഓടിച്ചെന്നു, വണ്ടി ഓടിച്ച് ചെന്നു. പുള്ളിക്കാരൻ്റെ വൈഫുണ്ട് ഇരിക്കുകയാണ്. പുള്ളി ഭയങ്കര ആങ്സൈറ്റിയിലിരിക്കുകയാണ്, ഒരു കരച്ചിലിൻ്റെ വക്ക് എന്ന് പറയാവുന്ന രീതിയിലിരിക്കുകയാണ്. അപ്പോൾ എന്താ പറ്റിയെന്ന് ഇതപ്പോൾ മനോരമ പത്രമെന്ന് തോന്നുന്നു, ശ്രീകാന്ത് കോട്ടയ്ക്കൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇതൊരു ആർട്ടിക്കിളാണ് മാതൃഭൂമിയിൽ. അതെ, അത് അന്നപൂർണ ദേവി എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യനുണ്ട്, അവരെ കുറിച്ചുള്ളൊരു ആർട്ടിക്കിളാണ്. ഇത് വായിച്ചിട്ട് പുള്ളി കരയുകയാണ്. പിന്നെ ബിജി ഇങ്ങനെ ഒരാളെ ആർക്കറിയാം, ഇങ്ങനൊരു ആർട്ടിസ്റ്റ്, ഇങ്ങനൊരു മ്യൂസീഷ്യൻ, ഇവരൊക്കെ ഇരിക്കുമ്പോഴല്ലേ നമ്മളിങ്ങനെ ഓരോ പാട്ടും കോപ്രായവും കാട്ടി നടക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിക്ഷുബ്ധനാവാനും പുള്ളി. അപ്പോൾ ഞാനും അത് വായിച്ചു. അപ്പോൾ അത് വായിച്ചു, പുള്ളി വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇങ്ങനെ ഇതാണ് ഇന്ന വർഷത്തിൽ, പിന്നെ ഒരു ഫ്ലാറ്റിന് അതിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങാതിരിക്കുക, ചൗരസ്യയുടെ വരവ്, ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പാട്ടുകാരനേക്കാളും നല്ലൊരു ആസ്വാദകനും കൂടെ ആയിരുന്നു. പാട്ടുകാരനേക്കാളെന്ന് പറയാൻ പറ്റില്ല. പാട്ടുകാരൻ സത്യം പറഞ്ഞാൽ ഈസ് ദ മോസ്റ്റ് അൺഎക്സ്പ്ലോർഡ് സിംഗർ. ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്, ഒരു സർറിയൽ, ഒരു ആൽക്കമി എന്ന് ഞാൻ പറയും. എന്തോ ഒരു രസതന്ത്രം പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. ഹരി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഹരി പറഞ്ഞു കവിയുടെ പാട്ടുകാരനാണ്. ഞാൻ സംഗീതത്തിൻ്റെ കൂടി പാട്ടുകാരനാണെന്ന് ഞാൻ ഹരിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല പുള്ളിയുടെ ചില കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഗാനമേളകളിൽ എത്ര ഗാനമേളകളിൽ അദ്ദേഹത്തിന് പാട്ട് പാടാൻ പറ്റില്ല. വിരളമായിട്ടുള്ള ആൾക്കാർക്ക്, നിങ്ങളൊക്കെ ഗണേഷും ദേവാനന്ദും ഒക്കെ പാടി കേട്ടിട്ടുണ്ട്, അത് കുറച്ച് നീതി പുലർത്തി പാടി. പക്ഷെ അതല്ലാതെ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എന്തു ചേർക്കുന്നുണ്ട് പുള്ളി, ഞാൻ ഗണേഷിനോട് ഇൻബിൽറ്റ് ഫീൽ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കുലേഷൻ എന്ന് പറയും. നമ്മൾ വരയ്ക്കില്ലേ, ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു ലൈവ് പുള്ളി പാടും, മറ്റേ അർജുന മാഷിൻ്റെ പാട്ടില്ലേ, നിൻമണിയറയിലെ നിർമ്മല എന്നാണ് ട്യൂൺ. പുള്ളി റെക്കോർഡിങ്ങിന് പുള്ളി പക്ഷെ ലൈവിന് പാടുമ്പോൾ നിർമ്മല ഇങ്ങനൊരു പരിപാടി. അത് ഞാൻ 100 ആവർത്തി ഞാനത് കേട്ടിട്ടുണ്ട് ഇത് പിടിക്കാൻ. അത് എവിടെയാണ് അപ്പോൾ നിർമ്മല ഇങ്ങനെ ഒരു ഇത്, അത് താളത്തിൽ നിൽക്കുകയും ചെയ്യും. എന്നാൽ നമ്മളിപ്പോൾ താളം വിട്ടു എന്ന് പറയാം. അപ്പോൾ ഹരി അന്ന് പറയേണ്ടത് ചെണ്ടവാദകനായതുകൊണ്ട് ഇതിൻ്റെ ഇടവും ഇതൊക്കെ ആ ഒരു ഇത് പുള്ളിക്ക് തലയിലുണ്ട്. ബ്രെയിൻ അങ്ങനെയാണ്. ഒരു വല്ലാത്തൊരു മജീഷ്യനാണ്, ഒരു മിസ്റ്റിക്കാണ്. അദ്ദേഹത്തെ ഇനിയും പഠിക്കേണ്ടതുണ്ട്. ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പാട്ടുകാരും സംഗീതജ്ഞരും ഒക്കെ പഠിക്കേണ്ടതുണ്ട് പുള്ളിയെ. അതാണ്. രണ്ടുപേരും പാടാം, വെറുപ്പിക്കുന്നില്ല. റഫീഖേട്ടൻ എഴുതിയ പാട്ട് ഒരു പല്ലവി പാടാം.
കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം. പല കോടി ജന്മങ്ങൾക്കുമിളകളായുണർന്നുടയും കഥാസരിത് സാഗര സീമയിൽ കഥകളാകുന്നു നാം അറിവിലയെങ്കിലും അഥവാ തിരിച്ചറിഞ്ഞെന്നാലും അറിയുകില്ലുൾ കഥ കഥകളാൽ നിഭൃതമീ പ്രകൃതിയും. കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം. എല്ലാവർക്കും ശീലമുണ്ടാവും. ഇവിടെ ഗണേശേട്ടനൊക്കെ ഉണ്ട് ഇങ്ങനെ. അപ്പം അങ്ങോട്ട് വിളിക്കണം എന്നൊന്നുമില്ല ചേട്ടന്, ഇങ്ങോട്ട് വിളിക്കും. അപ്പം ഇങ്ങോട്ട് വിളിച്ച് ഇപ്പോൾ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ സംസാരിച്ച് പലപ്പോഴും സംസാരിക്കും. അപ്പോൾ പല പാട്ടും പാടും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത ഇത് നോക്കിയപ്പോൾ ജയേട്ടൻ സംസാരിച്ച ഏതാണ്ട് ഒരു 4.5 മണിക്കൂറിൻ്റെ ഇതിങ്ങനെ കയ്യിലുണ്ട്. വെറുതെ സംസാരിക്കുന്നതാണ്. അപ്പം അതിൽ പലതും ചെറിയ ചെറിയ ക്ലിപ്പിങ്സാണ്. ഇന്ന് അതിങ്ങനെ വെറുതെ കേട്ട് നോക്കുമ്പോൾ ഈ അപാരസുന്ദര നീലാകാശം എന്ന് പറയുന്നത് ഇനി അത് എക്സ്ക്ലൂസീവ് ആവും തോന്നുന്നു. അപാരസുന്ദര നീലാകാശം എന്ന് പറയുന്നത് ജയേട്ടൻ പാടിത്തന്ന, ഫോണിൽ പാടിത്തന്നത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ അത് കേൾക്കുമായിരുന്നു. ഉച്ചയ്ക്കാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ജനുവരി 9 ജയേട്ടൻ മരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2025 അന്ന് 2 മണിക്ക് ജയേട്ടൻ്റെയൊക്കെ ഒപ്പമുള്ള ബാലു എന്ന് പറയുന്ന ബാലുചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജയേട്ടനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു, ഇപ്പോൾ വീട്ടിലുണ്ട്, കാണാൻ പോരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്ന് ഞാനും ബാലുചേട്ടനും കൂടി ഉള്ളിലേക്ക് കടന്നു. ലളിത ചേച്ചി ഉള്ളിലേക്ക് ചേട്ടനെ മിസ്സസ് കൊണ്ടുപോയി. അപ്പോൾ കിടക്കുകയാണ് ചേട്ടൻ. ഇതിലൊക്കെ ട്യൂബ് കയ്യിൽ വെയിൻ കിട്ടാതെ ഇതിലൊക്കെ ഒരു ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളെ കണ്ടപ്പോൾ പക്ഷെ ഇതൊന്നുമില്ല മുഖത്ത്. ശബ്ദം വളരെ ക്ലിയറാണ്. ആ നിങ്ങൾ എവിടുന്നാണ് വരണേ, എപ്പോഴാണ് വരണേ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ബാലുചേട്ടൻ സംസാരിച്ചിട്ട് അപ്പോൾ എന്നോട് ചോദിച്ചു, താൻ ഇപ്പോൾ വർക്കൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. കൊച്ചി പോവാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു അവസാന സമയങ്ങളിൽ ജയേട്ടന് വർക്ക് ചെയ്യണമെന്നുണ്ട്, പാടാനും പറ്റുന്നില്ല. അപ്പോൾ ഈ കൊച്ചി പോവാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനില്ല എന്നാണ് പറയാറ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. കൊച്ചി പോവാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രപ്റ്റായിട്ട് സംസാരം അങ്ങോട്ട് കട്ടാവും. മേ ബി പാടാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ പിന്നെ വിളിക്കാം. അപ്പം ഞാൻ എങ്ങനെ ഇല്ല, കൊച്ചിയൊന്നുമില്ല, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ബാലുചേട്ടൻ പറഞ്ഞു, എന്നാൽ എനിക്ക് 2-3 പാട്ടുകളുണ്ട് ജയേട്ടാ, നമുക്ക് പാടണം. ജയേട്ടൻ എണീറ്റിട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ എനർജിയോടെ പറഞ്ഞു, എനിക്ക് പാടണം ബാലു, പാടണം, 2 ദിവസം കഴിയട്ടെ, പാടണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഉച്ച സമയമാണ്. അപ്പോൾ ജയേട്ടന് മയക്കം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു. ജയേട്ടൻ ഉറങ്ങി. ഞങ്ങൾ യാത്ര പറഞ്ഞ് പോന്നു. അന്നൊരു 6:30 മണിക്കാണ് ജയേട്ടനെ ഇതായിട്ട് കൊണ്ടുപോയിട്ട് ജേട്ടൻ മരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മിഥ്യാധാരണയായിട്ട് വേണമെങ്കിൽ കൂട്ടാം. എങ്കിലും ഇനിയും അടുത്തൊരു പാട്ട് പാടാനുള്ള ഉറക്കത്തിലാണ് അദ്ദേഹം എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഒന്നി
എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ.